ശ്രീകൃഷ്ണനും തമ്മിൽ ക്ലാസ്മേറ്റ് ആയിരുന്നു എന്നറിയാം. അപ്പോൾ രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്നൊക്കെ പഠിച്ചതാണെങ്കിലും ശ്രീകൃഷ്ണൻ ഉന്നതിയിലെത്തി, കുചേലൻ ആ പഴയ അവസ്ഥയാണ്. ഒരിക്കൽ ശ്രീകൃഷ്ണനെ കാണാൻ കുചേലൻ പുറപ്പെട്ടപ്പോൾ എൻ്റെ കൈവശം വീട്ടിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പട്ടിണി പരിവട്ടവുമായിട്ട് കഴിഞ്ഞിരുന്ന കുചേലൻ്റെ വീട്ടിൽ നിന്ന് ഭാര്യ ഇടിച്ചു കൊടുത്ത കല്ലും നെല്ലുമുള്ള അവില് ഒരു തുണിക്കിഴിയിലാക്കി ശ്രീകൃഷ്ണനെ കാണാൻ പോയി എന്നും, ശ്രീകൃഷ്ണനെ കണ്ട മാത്രയിൽ തൻ്റെ സുഹൃത്ത് കൊണ്ടുവന്ന ആ അവില് കല്ലും നെല്ലും മാറ്റാതെ തന്നെ വാരി തിന്ന കഥയൊക്കെ നമുക്കറിയാം. അങ്ങനെ സർവ്വ ഐശ്വര്യങ്ങളും ശ്രീകൃഷ്ണൻ കുചേലന് കൊടുത്തു. അപ്പോൾ ഈ കുചേലനും ശ്രീകൃഷ്ണനൊക്കെ ആയിട്ടുള്ള ബന്ധമുള്ള ഒരു പ്രദേശം തന്നെയാണ് ഈ ഗുജറാത്ത്. നമ്മൾ ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രം, അതുപോലെ ശ്രീകൃഷ്ണൻ ജീവത്യാഗം ചെയ്ത ആ നദി ഹിരൺനദി, ആ ഹിരൺനദിയിൽ പോയി. ഗുജറാത്ത് യാത്രയിലെ കാഴ്ചകൾ കണ്ട് നമുക്ക് പോകാം. ആനന്ദ് സ്കേപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുചേലൻ എന്നു പേരുള്ള സുധാമയുടെ ഭവനമാണ് ഈ കാണുന്നത്. ഇപ്പോൾ അത് ഒരു ക്ഷേത്രമായിട്ട് സംരക്ഷിച്ചു പോരുന്നു. ഞാൻ സുധാമയാണെങ്കിൽ ഞാൻ സുധാമണി കുചേലൻ, സുധാമണി അല്ല, പഴയ പേര് അങ്ങനെ തന്നെയാണ്. സുധാണ് പഴയ വീട്, അതാണ്. പഴയ വീടായിട്ട് തോന്നുന്നല്ലേ? ഇനി ദ്വാരക എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ദ്വാരകയിലേക്ക് പോകാൻ കഴിയാത്തവരുണ്ടെങ്കിൽ, പ്രായം ചെന്നവർ അല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടുന്നവർ, അങ്ങനെയുള്ള അവസ്ഥ അനുഭവിക്കുന്നവർക്ക് ദ്വാരകയിൽ പോയി ശ്രീകൃഷ്ണനെ കാണാൻ ദർശിക്കാൻ സാധിക്കുകയില്ലെങ്കിൽ, ഇവിടെ അതിനു വേണ്ടിയിട്ടുള്ള പ്രതീകാത്മകമായ രീതിയിൽ ദ്വാരകയിലേക്ക് പോകുന്നതിനുള്ള വഴികളിലൂടെ കൃഷ്ണനാമ മന്ത്രോച്ചാരണത്തോടെ നടന്ന് നീങ്ങാനുള്ള അവസരമുണ്ട്.
ശ്രീകൃഷ്ണ ഭഗവാൻ ജലസമാധിയായ സ്ഥലം ഹിരണ്യ നദിയിലാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ഹിരണ്യ നദിയുടെ തീരത്ത് ശ്രീകൃഷ്ണൻ്റെ കാൽപാദം പതിഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടെ ഭക്തർ ജലധാര അർപ്പിച്ച് പ്രാർത്ഥിച്ചു പോരുന്നു. സ്വയംവരത്തിന് ശ്രീകൃഷ്ണൻ ദുർവാസാവ് മഹർഷിയെ ക്ഷണിച്ചിരുന്നു. മഹർഷിയുമൊത്ത് തൻ്റെ കൊട്ടാരമായ ദ്വാരകയിലേക്ക് പോകുന്ന വഴിക്ക് രുക്മിണീ ദേവിക്ക് കഠിനമായ ദാഹം അനുഭവപ്പെട്ടുവെന്നും ദാഹം ശമിപ്പിക്കുന്നതിനായി തൻ്റെ കാൽപാദത്തിലെ തള്ളവിരൽ ഭൂമിയിൽ അമർത്തി ജലം എടുത്ത് രുക്മിണീ ദേവിക്ക് കൊടുത്തുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. തന്നോട് ആലോചിക്കാതെ ചെയ്ത ഈ പ്രവൃത്തി കണ്ട് ക്ഷിപ്രകോപിയായ ദുർവാസാവ് ശപിച്ചു, ഈ പ്രദേശത്തിനി മുതൽ ശുദ്ധജലം ലഭിക്കാതെ പോകട്ടെ. രുക്മിണി ദേവിയുടെ ദാഹം ശമിപ്പിച്ച ഈ സ്ഥലത്താണ് രുക്മിണി ക്ഷേത്രം സ്ഥാപിച്ചത്. ഇപ്പോഴും ഈ പ്രദേശത്ത് ശുദ്ധജലം ലഭ്യമല്ല എന്നുള്ളത് വാസ്തവമാണ്. ഇവിടെ ക്ഷേത്രത്തിലെ പ്രസാദമായി ശുദ്ധജലമാണ് കൊടുക്കുന്നത്. ഈ കാണുന്നതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ രാജധാനി. ഇവിടേക്ക് ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഇതിനുള്ളിലെ കാഴ്ചകൾ കാണിക്കാൻ സാധിച്ചില്ല, ക്ഷമിക്കുക. ഈ ചെറിയ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ യൂട്യൂബ് ചാനൽ ആനന്ദ് സ്കേപ്സ് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ഒരു ഡെസ്റ്റിനേഷനുമായി ഞാൻ വരും വരെ എല്ലാവർക്കും ബൈ.